കഴിഞ്ഞ ഒരുപാട് കാലമായി മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ആനയും കടുവയും പുലിയും അവസാനം കരടി ഉൾപ്പെടെ കുടുംബസമേതം ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് മേപ്പാടി നെല്ലിമുണ്ടയിൽ കണ്ടത്. എല്ലാ ദിവസവും രാത്രി മേപ്പാടി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആന എത്തുന്നു, വ്യാപകമായ കൃഷിനാശം വരുത്തുന്നു. നിരവധി ജീവനുകൾ ഇതിനോടകം തന്നെ മേപ്പാടി പഞ്ചായത്തിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടിയെടുക്കുന്നില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. നിരന്തരം കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നു. വീട്ടുമുറ്റത്ത് വൈകുന്നേരം 7 മണിയായാൽ പോലും വീട്ടുമുറ്റത്ത് കാട്ടാന എത്തുന്ന സ്ഥിതിയാണ് മേപ്പാടിയിൽ നിലനിൽക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ പൊറുതിമുട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇന്ന് മേപ്പാടി ടൗണിൽ ഈ റോഡ് ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടിയിലേക്ക് കടന്നത്. കഴിഞ്ഞ ഒരുപാട് കാലമായി ഇത്തരത്തിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും നിരന്തരം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ഫോറസ്റ്റുകാർ വന്ന് 2 പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നു. ഇതിനപ്പുറത്തേക്കൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് 15ലധികം വാർഡുകളിൽ വന്യജീവി ശല്യം നിലനിൽക്കുന്നുണ്ട്. നിരന്തരമായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചില ഉറപ്പുകൾ ഞങ്ങൾക്ക് നൽകി അവിടെ നിന്ന് താൽക്കാലികമായി നമ്മളെ പറഞ്ഞയക്കുകയാണ് പതിവ്. ഒരു മാസം മുമ്പാണ് ഫോറസ്റ്റ് ഓഫീസ് ഒരു ദിവസം മുഴുവൻ നമ്മൾ ഉപരോധിച്ചത്. അന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു, ഒരുപാട് ഉറപ്പുകൾ നൽകി. പക്ഷെ ഇന്ന് നിലവിൽ ആനയുടെ ശല്യം മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് പുലിയും കരടിയുമൊക്കെയായി കുടുംബസമേതം നാട്ടിലിറങ്ങുന്ന ഒരു സാഹചര്യം. ഫെൻസിംഗ് നടപടികൾ എവിടെയും എത്താത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ മറ്റ് ഇതിന് തടഞ്ഞു നിർത്തേണ്ട ഒരു നടപടിയുമായും ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മരിച്ചാൽ, ഒരു അപകടമുണ്ടായാൽ ഒരു 10 ലക്ഷം രൂപയുടെ ചെക്കുമായി വന്ന് ആ താൽക്കാലിക ആളുകളുടെ പ്രതിഷേധത്തെ ഇല്ലാതാക്കി തിരിച്ചു പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് മേപ്പാടിയും പരിസര പ്രദേശങ്ങളും ഈ വന്യജീവി ശല്യത്തിൽ നിന്ന് മാറ്റുന്നതിന് ആവശ്യമായ ഒരു നടപടിയും എന്ത് ചെയ്തിട്ടില്ല. ഇത്തരം കാലമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമരത്തിൽ കാണാം, മേപ്പാടിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഒരു വാട്സപ്പിലൂടെയുള്ള മെസ്സേജ് കണ്ടതിന്റെ പുറത്ത് മാത്രമാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ സംഘടിതമായി ഇത്തരത്തിൽ ഇങ്ങനെ തന്നെയാണ് അധികാരികൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ രൂക്ഷമായ സമരങ്ങളെ ഇവർ നേരിടേണ്ടി വരും. ഈ സമരങ്ങളെ ഒന്നും ഒരു നിലക്കും അടിച്ചൊതുക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ താൽക്കാലികമായി തീർക്കാനോ ഒന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് അടിയന്തരമായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ഈ ഒരു സമരം എന്ന് പറയുന്നത് സൂചന മാത്രമാണ്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഈ ഒരു പ്രശ്നത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്ര വലിയ ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് ഇവിടെ കടക്കാനുള്ള കാരണം. ആളുകൾക്ക് ഒരു നിലക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, മറ്റ് ഇടങ്ങളിലേക്കൊന്നും ധൈര്യമായി പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എന്നും ആന വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും എന്നും വരുന്നുണ്ട്. പല വാഗ്ദാനങ്ങൾ തന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതെന്തെങ്കിലും ഒരു തീരുമാനമാവാണ്ട് ഞങ്ങൾ ഇതിന്ന് പിന്തിരിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വീട്ടുമുറ്റത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വായ, തെങ്ങ്, കവുങ്ങ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലൊന്നും ഒരു സാധനമില്ല, എല്ലാം ഒടിച്ചു ഊരി തിന്ന് പോവുകയാണ്. ഒരു സാധനമില്ല. പിന്നെ പോരാത്ത ഷെഡ് വെച്ചാൽ ഷെഡൊക്കെ വലിച്ചു പൊളിച്ച് ഇതാക്കി പോവുക, അങ്ങനെ എല്ലാം കേടെടുത്തി പോവുക. ഞങ്ങൾ കുറേ പേടിച്ച് പുറത്തിറങ്ങില്ല. ഞങ്ങൾക്ക് പേടിയുണ്ട്. മക്കളൊക്കെ ചെറിയ മക്കളെ മദ്രസ പോണേ, രാത്രി പണിക്കാണ്, ഭർത്താക്കന്മാരുള്ളവര് ഇറച്ചി പണിക്കൊക്കെ പോണവരാണ്. അവർക്കൊന്നും പോകാനൊന്നും പറ്റൂല. 12-ക്കൊക്കെ പോണവരല്ലേ, അവർക്കൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ഇടങ്ങാറാണ് ആനന്ദം കൊണ്ട് ഈ ശല്യം. വന്യമൃഗങ്ങൾ ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും സ്വത്തിനും ഒരു നിലക്കും സംരക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശാശ്വതമായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് നിരന്തരമായി വന്യജീവികളെ കാട്ടിലേക്ക് തുരത്തി അതിന് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ ആ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ജനങ്ങൾക്ക് അവരുടെ ജനവാസ മേഖലയിൽ സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം.